നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. ആരാധനയ്ക്ക് യോഗ്യനായ സ്വർഗ്ഗപിതാവേ, പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഞങ്ങൾ നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങ് ആരാധിപ്പാനും സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒരവസരം കൂടെ ഞങ്ങൾക്ക് ഒരുക്കിയതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചവട്ടം അത്ഭുതമായി ഞങ്ങൾ കാത്തു സൂക്ഷിച്ചല്ലോ. ആയുസ്സും ആരോഗ്യവും സൗഖ്യവും തന്നല്ലോ. മടങ്ങിയവൻ നന്ദി പറയുവാൻ കൃപ തന്നല്ലോ. നന്ദിയോട് സ്തുതിക്കുന്നു. ഞങ്ങൾ പൂർണ്ണമായി തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. ആത്മാവായിരിക്കുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ തക്കവണ്ണം നിന്റെ കൃപ ഞങ്ങൾ പകരണമേ. ഈ ശുശ്രൂഷ ആദ്യം അവസാനം വരെയും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നയിക്കുകയും മഹത്വം അങ്ങെടുക്കുകയും ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവ മഹത്വത്തിനായി ഗീതം 355, ഗീതം 355, 355 ഗീതം പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഈ ദേഹം ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അതിരുകളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും മഹത്വം നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ.
പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന സ്തോത്രങ്ങൾ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റു പറയുന്നതിലും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോട് കേൾക്കുന്നതിനാൽ ഞങ്ങളുടെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയാൻ നമ്മുടെ പാപങ്ങൾ നാം ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്നു അവനോടൊപ്പം, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിനും ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാവം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൂലമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. ഈശ്വരൻ മറിയുമൊക്കെ ആയുസ്സും ആരോഗ്യം സൗഖ്യം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മത്തിന്റെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോട് ദൈവസന്നിധി നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകളെയും കുറവുകളെയും ഭാവങ്ങളെയും നമുക്ക് ദൈവത്തോട് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്ന ലംഘനങ്ങൾ ദൈവഹിതം അറിഞ്ഞിട്ടും അത് നാം ചെയ്തിട്ടില്ല. നമ്മുടെ വാക്കിലും ചിന്തയിലും പ്രവർത്തനം വന്ന എല്ലാ വീഴ്ചകളെയും കുറവുകളിൽ മനഃപൂർവ്വമായി ഓർത്താം. സകല രഹസ്യങ്ങളും ദൈവത്തിന്റെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയോടുകൂടെ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയാം. രണ്ടാമത്തെ പ്രാർത്ഥനയോടെ നമുക്ക് നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയാം. ഞങ്ങളുടെ സർവശക്തനും കരുണയുള്ള കർത്താവ് പാപങ്ങളുടെ മോചനവും വാക്കും ജീവിതം ക്രമപ്പെടുത്തുവാനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. കർത്താവിനെ സ്തുതിപ്പിൻ. തിരുവചന ഭാഗം വായിച്ചു. Should we pray the Father, you know,
ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ 21-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങളെ കേൾപ്പി. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ 21-ാം വാക്യം വരെ. യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. കർത്താവ് യഹൂദ രാജാവായ യെഹോയാക്കീമിനെയും ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അവയെ ശിനാർ ദേശത്ത് തന്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ആ പാത്രങ്ങളെ അവൻ തന്റെ ദേവന്റെ ഭണ്ഡാരഗൃഹത്തിൽ വെച്ചു. അനന്തരം രാജാവ് തന്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയായ അശ്വനാഥനോട് ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പ്രചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പാനും കൽപ്പിച്ചു. രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും വിത്തുവൃത്തി നിയമിച്ചു. ഇങ്ങനെ അവരെ 3 സംവത്സരം വളർത്തിയിട്ട് അവർ രാജസന്നിധിയിൽ നിൽക്കണം എന്ന് കൽപ്പിച്ചു. അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ, അസര്യാവ് എന്നീ യഹൂദപുത്രന്മാർ ഉണ്ടായിരുന്നു. ഷണ്ഡാധിപൻ അവർക്ക് പേരിട്ടു. ദാനിയേലിന് അവൻ ബേൽത്ശസ്സറെന്നും ഹനന്യാവിന് ശദ്രക്കെന്നും മീശായേലിന് മേശക്കെന്നും അസര്യാവിന് അബദ്നഗോ എന്നും പേര് വിളിച്ചു. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കിയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ദൈവം ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ഷണ്ഡാധിപൻ ദാനിയേലിനോട്, നിങ്ങളുടെ ഭക്ഷണവും പാനീയവും നിയമിച്ചിട്ടുള്ള എന്റെ യജമാനായ രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു. അവൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സമപ്രായക്കാരായ ബാലന്മാരുടെ നിന്ന് ഒത്തുനോക്കിയാൽ മെലിഞ്ഞു കാണുന്നത് എന്തിന്? അങ്ങനെയായാൽ നിങ്ങൾ രാജസന്നിധിയിൽ എന്റെ തലയ്ക്ക് അപകടം വരുത്തും എന്ന് പറഞ്ഞു. ദാനിയേലും ഷണ്ഡാധിപൻ ദാനിയേലിനും ഹനന്യാവിനും മിശായേലിനും അസര്യാവിനും വിചാരകനായി നിങ്ങൾ നിയമിച്ചിരുന്ന മേൽസറിനോട്, അടിയങ്ങളെ 10 ദിവസം പരീക്ഷിച്ച് നോക്കിയാലും അവർ ഞങ്ങൾക്ക് തിന്മാൻ ശാഖപദാർത്ഥവും കുടിപ്പാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ. അതിന്റെ ശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ നീ ഒത്തുനോക്കുക. പിന്നെ കാണുന്നത് പോലെ അടിയങ്ങളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. അവൻ ഈ കാര്യത്തിൽ അവരുടെ അപേക്ഷ കേട്ട് 10 ദിവസം അവരെ പരീക്ഷിച്ചു. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടെയും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. അങ്ങനെ മെൽസർ അവരുടെ ഭോജനവും അവർക്ക് കുടിക്കേണ്ടുന്ന വീഞ്ഞും നീക്കി അവർക്ക് ശാഖപദാർത്ഥം കൊടുത്തു. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. അവരെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ രാജാവ് കൽപ്പിച്ചിരുന്ന കാലം തികഞ്ഞപ്പോൾ ഷണ്ഡാധിപൻ അവരെ നെബൂഖദ്നേസറിന്റെ സന്നിധിയിൽ കൊണ്ടുചെന്നു. രാജാവ് അവരോട് സംസാരിച്ചാറെ അവരെല്ലാവരിലും വെച്ച് ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നിവർക്ക് തുല്യമായ ഒരുത്തനെയും കണ്ടില്ല. അവർ രാജസന്നിധിയിൽ ശുശ്രൂഷയിൽ നിന്നു. രാജാവ് അവരോട് ജ്ഞാനവിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തന്റെ രാജ്യത്തെല്ലാടുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരികന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. ദാനിയേൽ ഒരേ രാജാവിന്റെ 1-ാം ആണ്ട് വരെ ജീവിച്ചിരുന്നു. ഇവിടെ 1-ാം പാഠഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. സങ്കീർത്തനം 67 നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 67. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിക്കുമാറാകട്ടെ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ഭൂമി അനുഭവം തന്നിരിക്കുന്നു.
അനുഗ്രഹിക്കുന്നു. ദൈവം നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് ഒരുമിച്ച് വായിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഭൂമിയുടെ അതിരുകളൊക്കെയും അവനെ ഭയപ്പെടും. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 10-ാം അധ്യായം 9 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 9 മുതൽ 16 വരെ. പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്ക് അവന് ഒരു വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കോണം കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ട ഒരു പാത്രം വരുന്നതും അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസെ, എഴുന്നേറ്റു അറുത്തു തിന്നുക എന്നൊരു ശബ്ദമുണ്ടായി. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. ആ ശബ്ദം 2-ാം പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ 3-ാം പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. ഇവിടെ 2-ാം പാഠം അവസാനിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 31 മുതൽ 35 വരെ ദൈവത്തിന്റെ വചനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 31 മുതലുള്ള ദൈവത്തിന്റെ വചനം കേൾക്കുന്നു. മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുമുറിയോട് സദൃശം. അത് ഒരു മനുഷ്യനെടുത്ത് തൻ്റെ വയലിലിട്ടു. അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങൾ ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞത്, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അത് ഒരു സ്ത്രീ എടുത്ത് 3 മുറ മാവിൽ എല്ലാം പുളിപ്പിച്ചു വരുവോളം അടക്കി വെച്ചു. ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഓമകളായി പറഞ്ഞു. ഓമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ ഓമ പ്രസ്താവിപ്പാൻ വായി തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാക്കുവാൻ സംഗതി വന്നു. നാം കേട്ടത് ദൈവവചനം ആകുന്നു. കീർത്തനം 79.
പ്രാർത്ഥിക്കാം. വചനം ജഡമായി തീർന്നു. കൃപയും സത്യം നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തുന്നു. പിതാവേ, നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ ഞങ്ങൾക്ക് നൽകിയ തിരുവചനത്തിനായി സ്തോത്രം. വായിക്കുവാൻ, വായിച്ചു കേൾപ്പാൻ, ധ്യാനിപ്പാൻ ഒരു അവസരം കൂടെ നൽകിയതിനായി മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യും. ഇന്ന് അല്പസമയം നിന്റെ വചനം പങ്കുവയ്ക്കുമ്പോൾ വചനം സംസാരിക്കുന്ന അടിയനും കേൾക്കുന്ന ഞങ്ങളെ നിന്റെ ആത്മാവിനെ നിറയ്ക്കണമേ. വചനം കേട്ട് അതിന് പ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങളിൽ പകരണമേ. മഹത്വം അങ്ങെടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. സർവശക്തനും നിത്യമായ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി ആരാധിപ്പാൻ ലഭിച്ച ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. COVID-19 ആ സാഹചര്യത്തിൽ എന്നുപോലെ നാമം ഇന്ന് കുറച്ചുപേർ കൂടി പാടുകയും പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മാധ്യമങ്ങളിലൂടെ മറ്റുള്ളവർക്ക് കാണുകയും ഈ കൂട്ടായ്മയിൽ ഈ പ്രാർത്ഥനയിലും അതിൽ പങ്കെടുക്കുകയും ചെയ്യാം, പങ്കാളികളാകുകയും ചെയ്യാം. അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിലുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന അമ്മയും ദൈവം അനുഗ്രഹിക്കട്ടെ. നാം ഇന്ന് ജീവിക്കുന്നത് പല മതം, പല കൾച്ചർ, പല ജാതി, പല ഭാഷകളാൽ നിറഞ്ഞ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ രാജ്യം ഒരു ഓണ ആഘോഷത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. COVID-19 സാഹചര്യത്തിൽ ഭവനങ്ങളിൽ പരിമിതപ്പെടുത്തി ആഘോഷിക്കണമെന്ന് ഗവൺമെന്റ് നമ്മെ അറിയിച്ചിരിക്കുക. കേരളീയരെ സംബന്ധിച്ച് നമുക്കറിയാം, നാം ക്രിസ്ത്യാനികളായാലും ശരി മറ്റുള്ളവരായാലും ശരി ഓണം അത് ആഘോഷിക്കുന്നത് നമ്മുടെ പതിവാണ്. അതുപോലെ തന്നെ ഈ ലോകത്തിലും ക്രിസ്മസ് വരുമ്പോഴും മറ്റ് ഫെസ്റ്റിവൽ വരുമ്പോഴൊക്കെയും മറ്റുള്ളവരും അതിൽ സഹകരിക്കുന്നത് നമുക്കറിയാം. കാരണം നാം ജീവിക്കുന്നത് മതബഹുലമായ ഒരു ലോകത്തിലാണ്. പല മതങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്തിലാണ്. പല വിധത്തിലെ ഭാഷക്കാരുണ്ട്, മതക്കാരുണ്ട്, പാർട്ടിക്കാരുണ്ട്, പല രീതിയിലുള്ള ജനങ്ങൾ. മനുഷ്യൻ വ്യത്യാസം. നാം അതുപോലെ തന്നെ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോഴും കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ഒരു കൂട്ടമായിട്ടില്ല. നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും ഇടകലർന്ന് നമ്മോടുകൂടെ ജീവിക്കുന്നത് നമുക്കറിയാനായി സാധിക്കും. ഇന്ന് നാം ചിന്തിക്കേണ്ട വിഷയം ഇതാണ്: മതബഹുലത സമൂഹത്തിൽ ക്രിസ്തീയ സാന്നിധ്യം. ഇങ്ങനെ പല മതങ്ങളും പല ആളുകളും ഒരുമിച്ച് ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ക്രിസ്തീയ സാന്നിധ്യം, ക്രിസ്തീയ സാക്ഷ്യം എന്നുള്ളതിനെ കുറിച്ചാണ് നാം ഒന്ന് ചിന്തിക്കുന്നത്. മത്തായി സുവിശേഷം 13-ാം അധ്യായം 31 മുതൽ വാക്യം എന്ന് വായിച്ചാലും, സ്വർഗരാജ്യം പുളിച്ച മാവിന് സാദൃശ്യം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. ഒരു സ്ത്രീ എടുത്ത് അത് ഒരല്പം പുളിച്ച മാവ് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം അടക്കി വെച്ചു. അതെല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ച് എന്നാണ്. ഈ കാര്യത്തെക്കുറിച്ച് നമ്മുടെ സ്ത്രീകൾക്കെല്ലാം അറിയാം. ഇന്ന് പുളിക്കാൻ വേണ്ടി നമുക്ക് ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഉപയോഗിക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഈസ്റ്റ് എന്നുള്ള സാധനം ഇല്ലാതിരുന്നു.
അപ്പോൾ അതിനുള്ള പല കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയായിരുന്നു. ഇന്ന് അപ്പം ചുടാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളുണ്ട്. എന്നാൽ പുളിച്ച ഒരു മാവ് അല്പമുണ്ടെങ്കിൽ ആ പുളിച്ച മാവ് എടുത്ത് ഈ പറഞ്ഞിരിക്കും പോലെ ഒരു വലിയ അമൗണ്ട്, ഇവിടെ 3 പറ മാവ് എന്ന് പറയുന്നു, ആ മാവിനകത്ത് അല്പം വച്ചാൽ അത് ഒരു കൃത്യസമയമാകുമ്പോൾ പക്വത്തിന് പൊളിച്ച് ലഭിച്ച് വെളിരിക്കും. പിന്നെയാണ് അതിൻ്റെ നാം നമ്മുടെ പല ആവശ്യമായ പലഹാരങ്ങളാണ് നാം ആക്കി പാചകം ചെയ്ത് എടുക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. നാം സമൂഹത്തിൽ ഏറ്റവും കുറഞ്ഞ ആളുകളാണ്, ഏറ്റവും എണ്ണത്തിൽ കുറഞ്ഞവരാണ്. ഇത്തിരി ആളുകൾ താമസിക്കുന്ന സ്ഥലത്തിൽ കുറച്ച് ക്രിസ്ത്യാനികൾ മാത്രമേ ജീവിക്കുന്നറിയാം. നമ്മുടെ മക്കൾ ഒരു കോളേജിൽ പോയാൽ, സ്കൂളിൽ പോയാൽ, വേറൊരു സമൂഹത്തിൽ ഒരു സ്ഥലത്തിന് പോയാൽ, ജോലിക്ക് പോയാൽ, ഒരു ഓഫീസിൽ ഏറ്റവും കുറഞ്ഞ ആളുകൾ മാത്രമേ ക്രിസ്ത്യാനികളായിട്ട് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ ആ ക്രിസ്ത്യാനികൾ ഇരിക്കുന്ന ആ സാന്നിധ്യം ആ സമൂഹത്തിന് എങ്ങനെയാണ് ഒരു അനുഗ്രഹമായി തീരുന്നു എന്നുള്ള കാര്യത്തെയാണ് നാം അറിയേണ്ടതും ചിന്തിക്കേണ്ടതും. അതോടെ ദാനിയേൽ എഴുതിയ പ്രവചനം 1-ാം അധ്യായം 1 മുതൽ 21 വാക്യങ്ങൾ നാം വായിച്ചു. അങ്ങ് ദാനിയേലിനെ കുറിച്ചും ദാനിയേലിന്റെ കൂടെ ഉള്ള 4 സഹോദരന്മാരെ കുറിച്ചും നമ്മൾ വായിക്കുകയായിരുന്നു. നെബൂഖദ്നേസർ യെരൂശലേമിൽ വന്നു, യെരൂശലേമിൽ കീഴടക്കി അവിടെ ഇരുന്ന ആളുകളെ പിടിച്ചു കൊണ്ടുപോയി. അതിലെ ഏറ്റവും സൗന്ദര്യമുള്ള, പ്രാപ്തരായ, എല്ലാ വിധത്തിലും പഠിച്ച് നല്ല രീതിയിൽ പ്രാപ്തി പ്രാപിച്ച ആളുകളായ ചിലരെയും കൊണ്ടുപോയ ചിലരെ തിരഞ്ഞെടുത്ത് രാജ കൊട്ടാരത്തിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ആക്കുവാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അവിടുത്തെ രാജകൊട്ടാരത്തിലെ ഇങ്ങനെയുള്ള ആളുകളെ സൂക്ഷിക്കുന്ന ആളെ വിളിച്ചു പറഞ്ഞു, ജോലിക്കാരനെ വിളിച്ചു പറഞ്ഞു, നീ ഇവിടെ നിന്ന് വന്ന, അത് യൂദയ ദേശത്തിൽ നിന്ന് വന്ന ചില യുവാക്കന്മാരെയും, ഇവിടെ പറഞ്ഞ യുവാക്കളുടെ കാര്യം മാത്രം പറഞ്ഞു, അവരെല്ലാം തിരഞ്ഞെടുത്ത് അവർക്ക് നീ പരിശീലനം കൊടുക്കണം. അവർ നല്ല സൗന്ദര്യമുള്ളവരായിരിക്കണം, നല്ല പ്രാപ്തിയുള്ളവരായിരിക്കണം, നല്ല അറിവും ജ്ഞാനവും കഴിവുമുള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കണം. എടുത്ത് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, ഈ രാജ്യത്തിലെ ഭാഷയെല്ലാം അവരെ പഠിപ്പിക്കണം. അവർ അരൺമനയിൽ ശുശ്രൂഷ ചെയ്യുവാൻ, ഈ രാജ്യത്ത് ശുശ്രൂഷ ചെയ്യുവാൻ യോഗ്യതയുള്ളവരാക്കി അവരെ മാറ്റി തീർക്കണം എന്ന് പറയുന്നു. അതോടൊപ്പം സ്വന്തം രാജ്യത്തിലുള്ള അനേക യുവാക്കളും അതിലെ പങ്കാളികളായിരുന്നു. അവരുടെ മധ്യത്തിൽ ഇതാ ഈ 4 സഹോദരന്മാർക്കും, ഇവിടെ പറയുന്നത് ദാനിയേലും ശദ്രാക്കും മേശാക്കും ആബേദ്നെഗോ എന്ന് പറയുന്ന 4 പേര് അറിയാം. അവരുടെ പേര് ആദ്യം ചെയ്തത് അവരുടെ പേര് മാറ്റി അവരെ ശദ്രാക്, മേശാക്ക്, ആബേദ്നെഗോ എന്ന് വിളിക്കുന്നു. അങ്ങനെ മാറ്റി ബെൽഷസ്സാറിനും പേര് മാറ്റിയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി അവരെ കൊണ്ടുപോകുന്നത്. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ഇവിടെ ദാനിയേൽ നിശ്ചയിച്ചെന്നാ പറയുന്നത്. എന്നാൽ പുറകോട്ട് വായിച്ചാൽ നമുക്കറിയാം, ഈ 4 പേരും ആ ഒരു തീരുമാനം എടുക്കുകയാണ്. വലിയൊരു സമൂഹത്തിൽ, വലിയൊരു ആൾക്കൂട്ടത്തിൽ വെറും 4 പേർ മാത്രം. അവർ യഹോവയായ ദൈവത്തെ ആരാധിക്കുന്ന മക്കളാണ്. അവർ അശുദ്ധമായത് ഒന്നും കഴിക്കുകയില്ല. അവരുടെ ജീവിതം ഒരു വിശുദ്ധി നിറഞ്ഞ സെപ്പറേറ്റ് ജീവിതമാണ്. നാം സമൂഹത്തിൽ ജീവിച്ചാലും ക്രിസ്ത്യാനിയുടെ ജീവിതം ഒരു വ്യത്യാസമുള്ളതാണ് എന്ന് പറയുന്നതിൽ സംശയമില്ല. എന്നാൽ അവർ തീരുമാനമെടുത്തു, ഞങ്ങൾ രാജാവിന്റെ ഭോജനം, എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്നും ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ആ നിശ്ചയം തന്റെ കൂട്ടുകാരോട് പറഞ്ഞു. അവരും അതിലെ പങ്കാളികളാണ്. അവരും അത് നിശ്ചയിച്ചു. അതിനുശേഷമുള്ള സമയം അറിയാം, അവർ പോയി പറയുകയാണ്, അത് അവരെ സൂക്ഷിപ്പുകാരുടെ അടുത്ത് പറയുകയാണ്, ഞങ്ങളോട് ഒരു അപേക്ഷ ഉണ്ട്, നീ കേൾക്കണം. എന്താണ് അപേക്ഷ? ഞങ്ങൾ യഹൂദന്മാരാണ്, ഞങ്ങൾക്ക് രാജാവിന്റെ ഭക്ഷണം വേണ്ട,
രാജാവിന്റെ കൽപ്പന എന്താണ്? ഇവർക്ക് നീ ഞാൻ കഴിക്കുന്ന ഭക്ഷണം, ഞാൻ കൊടുക്കുന്ന വീഞ്ഞും ഇവർക്ക് നീ കൊടുക്കണം. അതെല്ലാം കൊടുത്ത് നല്ല പുഷ്ടിയുള്ളവരായി അവരെ വളർത്തിക്കൊണ്ടുവരണം, അവരെ അഭ്യസിപ്പിക്കണം എന്നാണ് രാജാവിന്റെ കൽപ്പന. എന്നാൽ ആ മനുഷ്യൻ പറഞ്ഞു, അത് സൂക്ഷിപ്പുകാരൻ പറഞ്ഞു, ഇങ്ങനെയെങ്കിൽ നിന്റെ അപേക്ഷ ഞങ്ങൾ കേൾക്കാം. എന്താ അപേക്ഷ? ഞങ്ങൾ വീഞ്ഞു കൊണ്ടും രാജാവിന്റെ ഭക്ഷണം കൊണ്ടും ഞങ്ങളെ അശുദ്ധിപ്പെടുത്താതെ ഞങ്ങൾക്ക് നീ വെള്ളവും ഞങ്ങൾ കഴിക്കുന്ന ധാന്യവകകളുണ്ട്, അത് മാത്രം ഞങ്ങൾക്ക് തന്നാ മതി. അത് ഞങ്ങൾ ഭക്ഷിച്ചു ഞങ്ങൾ വളർന്നുകൊള്ളാം. അപ്പൊ അവൻ പറയുന്ന, അങ്ങനെയെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് നിങ്ങളെ പരീക്ഷിക്കുമ്പോൾ രാജാവ് എന്റെ തല കണ്ടിച്ചു കളയും. എന്നു പറഞ്ഞാൽ എല്ലാരും കൊടുത്ത സുന്ദരന്മാരായിരിക്കുമ്പോ നിങ്ങൾ 4 പേരും ശോഷിച്ചു പോയി. അങ്ങനെ ഇപ്പൊ ഉള്ള സൗന്ദര്യം നഷ്ടപ്പെട്ടിരുന്നാൽ രാജാവിനെ ഇഷ്ടപ്പെടുവോ? ഇല്ല. അപ്പൊ അവർ പറഞ്ഞല്ല, ഒരു കാര്യം ചെയ്യും, നീ 10 ദിവസം, ആദ്യത്തെ 10 ദിവസം ടെസ്റ്റ് നടത്തി നോക്കിക്കോ, ഈ ഭക്ഷണം ഞങ്ങൾക്ക് താ, മറ്റുള്ളവർ അത് കഴിക്കട്ടെ. ഏതായാലും അവൻ സമ്മതിച്ചു. ഈ 4 ബാലന്മാർക്കോ സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയിലും സാമർത്ഥ്യം കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. അവരെ രാജാവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. രാജാവ് അവരോട് സംസാരിച്ചു. 10 ദിവസം കഴിഞ്ഞ് അവരെ പരീക്ഷിച്ചപ്പോൾ അവിടെ മുഖം നന്നാ പ്രകാശിക്കുന്നു. അവിടെ ശരീരത്തിന് ഒരു കുറവ് വന്നിട്ടില്ല. അവർ മറ്റുള്ളവർ ഇഷ്ടംപോലെ വീഞ്ഞും മറ്റു ഭക്ഷണം കഴിച്ച് കൊടുത്തിരിക്കുമ്പോൾ ഇവർക്ക് ഒരു കുഴപ്പം വന്നിട്ടില്ല. മുഖം ഐശ്വര്യമായിരിക്കുന്നു. ഇവിടെ അറിവിന് കുഴപ്പം വന്നിട്ടില്ല. ഇവിടെ ജീവിതത്തിന് കുഴപ്പം വന്നിട്ടില്ല. വളരെ വളരെ കാണുവാൻ രസമായിരിക്കുന്നു. അപ്പൊ അവൻ പറഞ്ഞു, ആ ബാലന്മാരെ കുറിച്ച് ഇവിടെ പറയുന്നു. രാജാവിന്റെ അടുത്ത് കൊണ്ടുപോയി പറയുന്നതാണ്, ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിധത്തിലും ജ്ഞാനവും നിപുണതയും സാമർത്ഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. അവരെ രാജാവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. രാജാവ് അവരോട് സംസാരിച്ചു. തുടർന്ന് പറയുന്നത്, അവരിൽ എല്ലാവരിലും ദാനിയേൽ, അനന്യാവ്, മിശായേൽ, അസറിയാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടിട്ടില്ല. അവർ രാജസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് അവരെ തിരഞ്ഞെടുത്തു. ഇവരെ പോലെ തുല്യരെ അവരോട് പറഞ്ഞിരിക്കുന്നു, ഇവരെ പോലെ തുല്യരായവരെ ആരും ഒരുത്തനും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. രാജാവ് തീരുമാനിച്ചു, ഇവർ 4 പേരെയും രാജസന്നിധിയിൽ നിർത്തി രാജ അരൺമറ കൊട്ടാരത്തിൽ രാജാവിന്റെ ശുശ്രൂഷക്കാരായി തിരഞ്ഞെടുത്ത് എന്ന് നമുക്കറിയാം. തുടർന്നുള്ള കാര്യം നമുക്കറിയാം. ഇവിടെ വിശേഷം, ഇവിടെ വിശ്വാസം രാജാവിന്റെ പണിക്കാരനായപ്പോൾ തീർന്നുപോയോ? അല്ല. പലപ്പോഴും നമ്മുടെ ആളുകൾ നമുക്കറിയാം, പള്ളിയിൽ ഇവിടെ വരും, നല്ല നല്ല യൂത്തിലൊക്കെ നല്ല പ്രവർത്തനമാണ്, സഭയിൽ നല്ല പ്രവർത്തനമാണ്, നല്ല പ്രാർത്ഥനയാണ്, ആഗ്രഹം എന്താണ്, കർത്താവേ നീ എനിക്കൊരു ജോലി തരണം. കുറച്ച് കഴിയുമ്പോൾ കർത്താവേ നീ എനിക്ക് ആദ്യം പഠിക്കാനുള്ള ജ്ഞാനം ചോദിക്കും, പിന്നെ ഒരു ജോലി ചോദിക്കും, പിന്നെ ഒരു കുടുംബജീവിതം തരണം. അതിനുവേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും. ഇതെല്ലാം ഒത്തു വന്നോ എവിടെയെങ്കിലും പോയി ചേർന്നാൽ നമുക്കറിയാം 80% ആളുകളും ആദ്യത്തെ പ്രാർത്ഥന മറക്കും, ആദ്യത്തെ സമർപ്പണം മറക്കും. അവിടെ പോയപ്പോൾ പറയും, നമ്മുടെ ആളുകൾ പറയുന്ന പോലെ നാട് ഓടുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ നടുക്ക് ചേർന്ന് ഓടണം. ആ രീതിയിലുള്ള ഒരു ജീവിതം മാറിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം. എന്നാൽ ഈ ബാലന്മാരെ കുറിച്ച് പറഞ്ഞാൽ അവരങ്ങനെ മാറ്റമുണ്ടായില്ല. ദാനിയേൽ പ്രവചനം 3:29 വായിച്ചാൽ നമുക്കറിയാം, രാജാവ് ഒരു വലിയൊരു വിഗ്രഹം നിർത്തി അതിനെ ആരാധിക്കുവാനായി പറഞ്ഞു, അതിനെ വീണ് നമസ്കരിക്കണമെന്ന് പറഞ്ഞു. ശദ്രാക്കിനോടും അബേദ്നെഗോയോടും അവർ വിളിച്ച 4 പേരോട് കർത്താവ് വിളിച്ചു പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നിങ്ങൾ 3 പേരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ വീണ് നമസ്കരിക്കണം. എല്ലാവരും നമസ്കരിച്ചു, ഇവർ നമസ്കരിച്ചില്ല. എല്ലാവരുടെ കണ്ണുകളും ഈ ബാലന്മാരെ പുറത്താണ്. കാരണം ഇവരെ രാജാവ് പ്രധാന സ്ഥാനത്തിരിക്കുന്നു. അന്യ രാജ്യത്തിലെ ഒരുത്തൻ വന്നു ഇവിടെ പ്രധാന സ്ഥലത്തിരിക്കുമ്പോൾ എങ്ങനെ സഹിക്കാൻ കഴിയും? കുറ്റം കണ്ടുപിടിക്കുവാൻ നോക്കിയപ്പോൾ എല്ലാവരും നമസ്കരിച്ചു, അവർ നമസ്കരിച്ചില്ല. അവരെ രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. രാജാവിനോട് അവർ ചോദിക്കുകയാണ്, രാജാവ് അവരോട് വെല്ലുവിളിക്കുകയാണ്, അവരോട് പറയുകയാണ്, ഇനി ഒരു പ്രാവശ്യം അവസരം തരാം അതിനെ നമസ്കരിക്കാനുള്ള. അറിയാം, നമുക്കറിയാമല്ലോ, എന്നോട് പറയുന്നില്ല. ഒരു അവസരം കൂടെ തരാം, നിങ്ങൾ ഇതിനെ നമസ്കരിക്കണമെന്ന്.
അല്ലെങ്കിൽ നിങ്ങൾ 7 മടങ്ങ് ചൂടാക്കുന്ന തീച്ചൂടയിട്ടത് കൊന്നുകളയും എന്ന് പറയുക. എന്നാൽ അവർ പറഞ്ഞു, രാജാവേ, ഞങ്ങൾക്കൊന്നും പറയാനില്ല, നിങ്ങൾ ചെയ്യും. എന്നാലും ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനാണ്, ശക്തനാണ്, അവൻ നിങ്ങളെ വിടുവിക്കും. അഥവാ അവൻ ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ നീ പറയുന്ന ഒരു കാര്യത്തിന്റെ മുമ്പിൽ തലവണങ്ങാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. കാരണം ചെറുപ്പം മുതലേ ഞങ്ങൾ പഠിച്ചതാണ് വിഗ്രഹാരാധന പാടില്ല എന്ന്. എന്നെ അല്ലാതെ നിങ്ങൾക്ക് വേറെ ദേവന്മാർ വേണ്ട, അവരെ ഉണ്ടാക്കരുത്, അവരെ ആരാധിക്കരുത് എന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റില്ല എന്നാണ്. രാജാവിന് കോപം മൂത്തു. ഒരു വശത്ത് തീ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്, തീ കൊണ്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു വശത്ത് വാദ്യങ്ങൾ മുടങ്ങുന്നു, ആരാധിക്കുവാനായി പറഞ്ഞു. ബാലന്മാർ സമ്മതിച്ചില്ല. എന്നാൽ സംഭവം നമുക്കറിയാം. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് പറയുന്ന ആ 3 യുവാക്കളെയും ബന്ധിച്ച് തീ കൊണ്ടെത്തിയിട്ടു. അവരവിടെ പോകുമ്പോൾ ബന്ധിച്ച് അവരെ കൊണ്ടുപോയവര് കരിഞ്ഞുപോയി. എന്നാൽ രാജാവ് നിന്ന് നോക്കുകയാണ്. അവർ കരിഞ്ഞു പോകുന്നത് കാണുവാൻ വളരെ ആകാംക്ഷയോടുകൂടെ, വളരെ ദേഷ്യത്തോടുകൂടെ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവർ 3 പേരും ആ തീക്കുണ്ടത്തിൽ കെട്ടുകൾ അഴിഞ്ഞു നിൽക്കുന്നു. അവിടെ വസ്ത്രത്തിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല, അവിടെ മുടി കരിഞ്ഞു പോയിട്ടൊരു മണം ഉണ്ടാകുന്നില്ല. എന്നാൽ അവരോട് കൂടെ 4 പേരും ഉണ്ടായി, ഒരാളും കൂടെ ഉണ്ടായിരുന്നു. 4 പേരായി ആ തീക്കുഴിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടു. രാജാവ് പെട്ടെന്ന് എഴുന്നേറ്റു. അഥവാ ശുശ്രൂഷക്കാരെയൊക്കെ വിളിച്ചു, വരുവിൻ, നോക്കുവിൻ, ഞാൻ 3 പേരെയല്ല ഇട്ടത്, ഇതാ 4 പേരുണ്ട്. അവരെ പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം അവർ പറയുന്ന, രാജാവ് പറയുന്ന ഒരു വാക്കുതാണ്, ഇതാണ് പറയുന്നത്. അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത്, ശദ്രക്കിന്റെയും മെശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ, തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ ചെയ്യാതിരിക്കുവാൻ തക്കവണ്ണം രാജകൽപ്പനയെ മറത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തന്റെ ദാസന്മാരെ അവൻ തന്റെ സ്വന്തം ദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നു. പറയുന്നു, ഈ ദാസന്മാരെ അവർ തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് ഈ ദൈവദാസന്മാരെ ദൈവം തന്റെ സ്വന്തം ദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു കൽപ്പന പ്രകടിപ്പിച്ചു, ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവമില്ല. ഇല്ലായതുകൊണ്ട് ഏത് ജാതിക്കാരനും ശദ്രക്കിന്റെയും മെശക്കിന്റെയും അബേദ്നെഗോയുടെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ പറയുന്നു. അവനെ കഷണമാക്കി കളയണം, അവന്റെ ഭവനം നശിപ്പിച്ച് കളയണം പറയുന്നതാണ്. ഈ വിധത്തിൽ വിളിപ്പാൻ കഴിയുന്ന ദൈവം മറ്റാരുമില്ല എന്ന് അവൻ മനസ്സിലാക്കി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദാനിയേലിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം. 2-ാമത്തെ ദാനിയേൽ പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്കറിയാം. ദാരിയോസ് രാജാവ് ഭരണം ഏറ്റെടുത്തപ്പോൾ ദാനിയേലാണ് ആ രാജ്യത്തിൽ 3 പ്രധാനികളുണ്ട്. എല്ലാറ്റിനും മേലാക്കി വെച്ചു. അത് ദാനിയേലിൽ 1-ാമനായിരുന്നു. ഈ 3 പേരിലും 1-ാമനായി അവന് ഒരു പദവി ഉയർച്ച കൊടുക്കുവാനായിട്ട് അവൻ ആഗ്രഹിച്ചു. എന്നാൽ അവർ ആരും സമ്മതിച്ചില്ല. അപ്പോ അവരെല്ലാവരും ചേർന്ന് ദാനിയേലെ നോക്കി വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ദാനിയേൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വീട്ടിൽ പോകുന്നു, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. വൈകുന്നേരം വീട്ടിൽ പോകുന്നു, അവൻ മുട്ടുകുത്തി ജനൽ തുറന്നിട്ട് യെരൂശലേം ദേവാലയത്തിന്റെ വശം നോക്കി ദേവാലയം നോക്കി പ്രാർത്ഥിക്കുന്നു. ഇതല്ലാതെ വേറൊരു കുറ്റവും കണ്ടുപിടിച്ചില്ല. രാജാവിന്റെ അടുക്കൽ പോയി പറഞ്ഞു. രാജാവ് പുകഴ്ത്തി വാഴ്ത്തി ചെയ്തതിനു ശേഷം പറഞ്ഞു, രാജാവെ, ഒരു കൽപ്പന പ്രകടിപ്പിക്കണം. എന്താണ് കൽപ്പന? 30 ദിവസത്തിന് 1 മാസത്തിന് നിന്നോടല്ലാതെ വേറെ ആരും ഒരു അപേക്ഷയും നടത്താൻ പാടില്ല. കാരണം നീ ഉന്നതനാണ്, നീ എത്രയോ രാജ്യങ്ങളെ ജയിച്ചവനാണ്, നീ രാജാവാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ സോപ്പിട്ടു. അപ്പൊ എന്ത് ചെയ്യണം? നീ ഒരു കൽപ്പന പ്രവർത്തിക്കണം. പിന്നെ എന്ത് ചെയ്യണം? അതിലെ മുദ്രയിടണം. ഓക്കെ, അവൻ മുദ്രയിട്ട് എല്ലാം റെഡിയായി. എന്നാൽ ദാനിയേൽ പ്രാർത്ഥന നിർത്തിയില്ല.
രാജാവിനോട് പറയേണ്ടത് രാജാവിനോട് പറഞ്ഞു, പ്രജകളോട് പറയേണ്ടത് പ്രജകളോട് പറഞ്ഞു. എന്നാൽ ദൈവത്തോട് പറയേണ്ടത് ദൈവത്തോട് പറഞ്ഞു. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. പലപ്പോഴും നമ്മൾ പറയേണ്ടടുത്ത് പറയില്ല, ചെയ്യേണ്ടത് ചെയ്യില്ല. എല്ലാറ്റിനും ഉപരിയാൽ ദൈവത്തോട് പറയേണ്ടത് പറയുന്ന പതിവ് പലപ്പോഴും നമുക്കില്ല. എന്നാൽ ദാനിയേൽ അവന് കൽപ്പന വളരെ അടുപ്പമുള്ളതെന്നറിയാം, എന്ത് സംഭവിക്കുമെന്നറിയാം. അതിനെ മുദ്ര അങ്ങനെ ആരെങ്കിലും അനുസരിച്ചില്ലെങ്കിൽ അവരെ സിംഹക്കുഴിയിലിട്ട് കളയും. എത്ര കടുപ്പമുള്ളതാണ്, എത്ര വേദന ഉള്ളതാണ് അവനെ അറിയാം. എന്നാൽ അവൻ ഈ കാര്യമെല്ലാം ദൈവത്തോട് പറഞ്ഞു. എന്ന് പറയുന്നത് പോലെ എനിക്ക് തന്ന ഈ പദവിയും ഈ ഭാഗ്യവും നീ തന്നതാണ് കർത്താവേ, നീ എന്നെ നടത്തണമേ. ഈ കഷ്ടകാലത്തിൽ പരീക്ഷയുടെ കാലം നിന്റെ കരങ്ങളിൽ ഇരിക്കുന്നു. നീ അല്ലാതെ എനിക്ക് വേറൊരു ദൈവമില്ല, നീ അല്ലാതെ വേറൊരുനോട് ഒന്നും അപേക്ഷിക്കാൻ പറ്റില്ല, വിധിയല്ലാതെ വേറൊരോട് എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കർത്താവേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അല്പനേരം കൂടെ എടുത്തു ദൈവത്തോട് പ്രാർത്ഥിച്ചതാണ്. എന്നാൽ അവർ ബന്ധപ്പെട്ടു പോയി കുറ്റം കണ്ടുപിടിച്ചു. നമുക്കറിയാം, കുറ്റം കണ്ടുപിടിച്ചു ദാനിയേൽ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കണ്ടു. രാജാവിന്റെ അടുക്കൽ വന്നു, സൂത്രമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ എന്ത് ചെയ്യണം? ദാനിയേലിന് രാജാവിന്റെ മുദ്രയിട്ട കൽപ്പന പ്രകാരം സിംഹക്കുഴിയിലിടണം. പ്രിയമുള്ളവരെ, ദാനിയേല് സിംഹക്കുഴിയിലിട്ടു എന്ന് നമുക്കറിയാം. ദാനിയേല് സിംഹക്കുഴിയിലിട്ടു. എന്നാൽ അന്ന് രാത്രി രാജാവ് ഉറങ്ങിയില്ല. കാരണം തന്റെ സാമ്രാജ്യത്തിൽ ദാനിയേലെ പോലെ സത്യസന്ധമുള്ളവൻ, വിശുദ്ധൻ, ഏത് കാര്യം ഏൽപ്പിച്ചാൽ അത് ചെയ്യുവാൻ കഴിവുള്ളവൻ, പ്രാപ്തിയുള്ളവൻ ആരുമില്ല എന്ന് രാജാവിന് വ്യക്തമായിട്ട് അറിയാം. ആ നല്ല ദാസനെ കൊല്ലുവാൻ വേണ്ടിയാണ് ഇവർ വല വിരിച്ചതെന്നറിയാം. അതുകൊണ്ട് വളരെ ദുഃഖത്തോട് ഭവനത്തിൽപ്പോയി. പ്രിയമുള്ളവരെ, വേറൊരു ഭാഷക്കാരനാണ്, വേറെ ജാതിക്കാരനാണ്. അവൻ ദാനിയേലെ പോലെ ദാനിയേലിന്റെ ദൈവത്തെ ആരാധിക്കുന്നതല്ല. എന്നാലും ദാനിയേലിന് വേണ്ടി അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, അതാണ് ഒരു മനുഷ്യൻ തന്റെ ദാസനോട്, വിശ്വസ്തനായ ദാസന് വേണ്ടി ചെയ്യുന്നത്. അവൻ രാത്രി പോലും ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. രാവിലെ അവൻ എഴുന്നേറ്റു. ഇവിടെ പറഞ്ഞിരിക്കുന്ന സിംഹങ്ങൾ രാജാവ് നീ ഇടപെടാതെ സേവിക്കുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ പ്രാപ്തനായോ? രാവിലെ ഓടി വന്നു ദാനിയേലെ വിളിക്കുകയാണ്. ദാനിയേൽ സിംഹഭക്തിയിൽ മുട്ടുകുത്തി നിൽക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ട്. എന്നാൽ രാജാവ് ചോദിക്കുകയാണ്, ദൈവദാസനെ, എന്റെ ഇഷ്ടപുത്ര, നീ ഇടപെടാതെ സേവിക്കുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ പ്രാപ്തനായോ എന്നത് രാജാവ് ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, അവിടെ നിന്ന് ചിലപ്പോ സത്യം വരുന്നറിയത്തില്ല. എന്നാൽ ദാനിയേൽ അവൻ കണ്ടു കാണും മുട്ടിന്മേൽ നിൽക്കുന്നത്. ദാനിയേലിന്റെ ഉത്തരം എന്തായിരുന്നു? സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനയച്ചു, അവരുടെ വായ അടച്ചു കളഞ്ഞു. അവൻ എന്റെ സന്നിധിയിൽ അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ല. കാരണം എന്താണ്? അവന്റെ സന്നിധി, കാരണം എന്റെ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവ് തിരുമുമ്പിലും ഞാൻ കുറ്റമില്ലാത്തവൻ. ദൈവത്തിന്റെ മുമ്പിലും നിന്റെ മുമ്പിലും ഞാൻ കുറ്റമില്ലാത്തവൻ. ഒരു ദോഷവും നിനക്ക് മുമ്പിൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് രാജാവിനെ ഉണർത്തിച്ചു. പിന്നെ എന്ന സംഭവം നടന്നറിയാം. അവൻ രാജാവ് വിളിച്ചു പറയുകയാണ്. അവൻ പറയുന്നു, ദൈവം പറയുന്നു, എന്റെ ദൈവം അവന്റെ ദൂതനെ അയച്ചു, അവരുടെ വായ് അടച്ചു കളഞ്ഞു എന്ന് രാജാവിന് മനസ്സിലായി. എല്ലാരും ദാനിയേലിന്റെ ദൈവം മുമ്പാകെ ഭയഭക്തിയോടെ ഇരിക്കണമെന്നും ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ രക്ഷിക്കുവാനും അവൻ പറഞ്ഞു, ഇനി എല്ലാരും ഈ ദാനിയേലിന്റെ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തണം, ഭയഭക്തിയായിരിക്കണം. ദാനിയേലിന്റെ ജീവിതയാത്രയിൽ പല സന്ദർഭങ്ങളിലും ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ മഹത്വവും കാണിച്ചു കൊടുത്തവനാണ്. ദൈവ ആത്മാവുള്ള ദൈവ മനുഷ്യനാണ്. അതുകൊണ്ട് അവൻ മനസ്സിലായി. അവനെ പറയുന്നു, അവൻ ദാനിയേലിന്റെ ദൈവം അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന, അവൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ ദാനിയേലിനെ സിംഹങ്ങളുടെ വായിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. അവൻ എന്ത് ചെയ്തിരിക്കുന്നു?
ദാനിയേലെ സിംഹങ്ങളുടെ വായിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് പറയുന്നത് എന്റെ ദൈവം, എല്ലാവരും ദാനിയേലിന്റെ ദൈവം മുൻപാകെ ഭക്തിയോടിരിക്കണമെന്നും ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. തീർപ്പ് മാറി, ഒരു ദിവസം കൊണ്ട് കാര്യങ്ങൾ മാറി, പുതിയ ഒരു തീർപ്പുണ്ടായി. ഇതാ ഞാൻ കൽപ്പിക്കുന്നു, ദാനിയേലിന്റെ മുമ്പിൽ എല്ലാവരും ഭയഭക്തിയായിരിക്കണം. നമുക്ക് തുടർന്ന് വായിച്ചാൽ അറിയാം. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ സ്ഥാനമാനങ്ങൾ നൽകി ദൈവം അവനെ ഉയർത്തി. ദാനിയേലിനെ ഒന്നാമനാക്കാൻ ഇച്ഛിച്ചിരുന്നു. അതിനൊരു സന്ദർഭം ലഭിച്ചപ്പോൾ അവിടെ രേഖപ്പെടുത്തിയില്ലെങ്കിലും ആ രാജ്യത്തിന്റെ ഒന്നാമനാക്കി തീർത്തു. സാക്ഷ്യമാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും നാം ഭയപ്പെടുന്നു. ഈ ഇടയ്ക്ക് എനിക്ക് സങ്കടമുണ്ട്. ഒരു പെൺകുട്ടിയെ ഞാൻ ഈ പള്ളിയിൽ ചേർത്തു. ആശ്വതി എന്നാ പേര്. ആശ്വതിക്ക് മറിയമെന്ന് നല്ല പേരൊക്കെ വച്ചു. അവളെ അവൾക്ക് ഇഷ്ടമുള്ള പേരായിരുന്നു, വച്ചു. പള്ളിയിൽ ചേർത്തു, വിവാഹം നടത്തി. ഈ ഇടയ്ക്ക് ആ സഭയിലെ സാറോട് പോയിട്ടെന്ന് പറഞ്ഞു, എന്താ മോളെ ഇപ്പൊ പള്ളിക്ക് വരാത്തത്? കൺഫർമേഷൻ കൊടുത്തു. അതിനെല്ലാം നല്ല ഉത്തരം പറഞ്ഞു. പള്ളിക്ക് വരാൻ പറഞ്ഞു, ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് അങ്ങനെ പള്ളി വരാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ട് മോളെ നീ അങ്ങനെ സ്നാനം പറ്റതും ഈ ക്രിസ്ത്യാനിയുടെ കല്യാണത്തിന് വന്നതും? അത് കല്യാണത്തിന് വേണ്ടിയായിരുന്നു. നമ്മുടെ സാക്ഷി ഇന്ന് അനേകം നമ്മുടെ മക്കളെ കല്യാണത്തിന് വേണ്ടി ഏത് രീതിയിലും ആർക്കും കൊടുക്കാൻ തയ്യാറായിരിക്കുക. നമ്മുടെ വിശ്വാസം അതല്ല. ചെറിയ ചെറിയ നന്മകൾക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് മാറ്റി എഴുതുവാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തീയ സമൂഹമാണ്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവങ്കിലേക്ക് നോക്കി പ്രകാശരായി. അവർ ആരും ലജ്ജിതരായി പോയിട്ടില്ല. ഒരു കടുകുമണിയാണ്, അത് നിലത്തിലിട്ടാൽ എന്ത് ചെയ്യും? അത് വെറും ചെറിയൊരു വിത്താണ്. അത് സസ്യങ്ങൾ ഏറ്റവും വലുതാകളിൽ മരമായി തീരും. അതിലെ പക്ഷികൾ വന്നിരിക്കും, പാട്ടുപാടും, ദൈവത്തെ സ്തുതിക്കും. പുളിച്ച മാവ് അതൊരു അല്പമാവാണ്. ആ മാവിനെടുത്ത് ഒരു വലിയൊരു ഭാഗമുള്ള മാവിനെടുത്ത് വെച്ചാൽ തക്ക സമയത്ത് ആ മാവിനെയും അതിന്റെ സ്വാഭാവമുള്ളതാക്കി തീർക്കും. സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ മറ്റുള്ളവരോട് അവരെ സ്നേഹിക്കേണ്ടതോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ, അവർക്ക് കൂടെ അവർ ചെയ്യുന്നത് അവരുടെ കൂടെ ജീവിതത്തിൽ നടക്കേണ്ടതോ പറയുന്നില്ല. എന്നാൽ അവിടെയൊക്കെ നമുക്കൊരു സാക്ഷ്യം ഉണ്ടായിരിക്കണം. കാരണം നാം ക്രിസ്ത്യാനികളാണ്. അറിയാം, അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്തുവിനെ അനുഗമിച്ചവർക്ക് പേരുണ്ടായി ക്രിസ്ത്യാനികൾ. കാരണം അവർ ക്രിസ്തുവിനുള്ളവരായി ജീവിച്ചു. അവരുടെ ഭാവനയെല്ലാം ക്രിസ്തുവിൻ്റെതായിരുന്നു. ഒരു കടുമണി പോലെ ഈ രാജ്യത്തിന് മാതൃകയുള്ളവരായിത്തീരുന്നു, പ്രയോജനമുള്ളവരായിത്തീരുന്നു. ഒരു പുളിച്ച മൗനെ പോലെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് രൂപാന്തരപ്പെടുത്തണം. അതാണ് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി പറയുന്നത് അതുകൊണ്ട് ആരെയും തള്ളിക്കളയാനില്ല. ദൈവം സ്വീകരിച്ചവരെ തള്ളിക്കളയാൻ നമുക്കാർക്കും സാധ്യമല്ല. നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ അവന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനെയും നമ്മുടെ പള്ളിയിലെ കൂട്ടായിട്ട് ചേർക്കാം. നമ്മുടെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നത് അവരെ ചെയ്യാം. കാരണം അനേകർക്ക് ദൈവം ആരാ എന്ന് അറിയാത്തതുകൊണ്ടാണ്. അറിഞ്ഞിരിക്കുന്ന നാം നമ്മുടെ ദൈവത്തിന്റെ വിശുദ്ധിയും കൽപ്പനകളും കൈക്കൊള്ളേണ്ടി നാം അതിന് പ്രകാരം ജീവിക്കണം. ഒരു പുളിച്ച മാവിനെ പോലെ പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് വേദപുസ്തകം നാം വായിക്കുന്നത്, ഇങ്ങനെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തിയെ കണ്ട്, ഇങ്ങനെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട്, നല്ല ജീവിതത്തെ കണ്ട്, നല്ല പ്രവർത്തനങ്ങളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മതബഹുത, കൾച്ചറൽ വ്യത്യാസം, ഭാഷ പലവിധമായ വ്യത്യാസങ്ങളുടെ മധ്യ ജീവിക്കുന്ന നമുക്ക് ഇങ്ങനെ ഒരു സാക്ഷിയായി തീരുവാൻ ദാനിയേലിനെ പോലെ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോയെ പോലെ ഒരു സാക്ഷിയായി നിൽക്കുവാൻ നമുക്ക് കഴിയുമോ? അതിനായി നമുക്ക് സമർപ്പിക്കാം. ആ പ്രാപ്തി കർത്താവേ ഞങ്ങൾക്ക് തരണം. നീ ഞങ്ങളെ എവിടെ വെച്ചാലും എവിടെ ഇരുന്നാലും അവിടെ ഞങ്ങളുടെ ദൈവത്തിന്, ആ വിശുദ്ധിയുള്ള ദൈവത്തിന് നീ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ കർത്താവേ ഞങ്ങളെ നീ പ്രാപ്തരാക്കണമേ എന്നും നമുക്ക് തന്നെ സമർപ്പിക്കാം. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും
പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാ ദൈവത്തിനും സകല ബഹുമാനം മഹത്വവും കാലാവസരം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈസ്റ്റ് കലാമഹളവിൽ മലങ്കര സെന്റ് ആൻഡ്രൂസ് CSI സഭയിൽ ചോളിയാറ്റിൽ ശ്രീ സൈമൻ ബെഞ്ചമിന്റെയും ശ്രീമതി ഷീല സൈമന്റെയും മകൾ ജിജി സൈമനും എരുമാപ്പുര സെന്റ് പീറ്റേഴ്സ് CSI സഭയിൽ തേൻകരങ്കൽ വീട്ടിൽ സാമുവൽ ടിജിയുടെയും ശ്രീമതി ലിസിയമ്മ സാമുവലിന്റെയും മകൻ ജസ്മിൻ സാമും തമ്മിൽ വിവാഹിതരാകുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള തീരുമാനം സഭയെ അറിയിച്ചുകൊള്ളുന്നു. ഇവർ തമ്മിൽ ഒന്നിച്ചു ചേർന്നുകൂടാ എന്നതിൽ തക്കതായ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇടവപ്പെട്ടക്കാരനെ അറിയിക്കേണ്ടതാണ്. ഇതിവർക്ക് മൂന്നാമത്തെ വിളിച്ചു ആക്കണം. ഒരു വാക്കുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ പിതാവേ, മനുഷ്യൻ ഏകനായി നന്നല്ല എന്ന് കാണുകയും
തക്കതായ തുണ നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത കർത്താവ് ഞങ്ങൾ വായിച്ചു കേട്ട വിളിച്ചൊരുന്നായി പ്രാർത്ഥിക്കുന്നു. അതിൽ ഉൾപ്പെടുന്ന 2 കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 2 വ്യക്തികളെ ഓർക്കുന്നു. കർത്താവെ ജിജിയെയും ജസ്മിൻ സാമിനെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹ ഉടമ്പടിയിലെ കൂടെ ഒന്നിച്ചു ചേരുവാൻ പ്രിയമക്കൾ ആഗ്രഹിച്ചു. അതിനുവേണ്ടി എല്ലാം ഒരുക്കങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. നീ കൂടെ ഇരിക്കണമേ. നാളെ എറണാകുള സഭയിൽ വെച്ച് നടക്കുവാനിരിക്കുന്ന വിവാഹ ശുശ്രൂഷ കർത്താവെ നീ അനുഗ്രഹമാക്കി തീർക്കണമേ. അതിൽ പങ്കെടുക്കുന്ന പ്രിയമക്കളെ നീ അനുഗ്രഹിക്കണം. COVID-19 അവസ്ഥകളെല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ എല്ലാവരെയും നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിനാൽ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളുടെ ആവശ്യത്തിന് കരങ്ങൾ സമർപ്പിക്കുന്നു. കരുന്ന ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ മക്കളുടെ വിവാഹം അനുഗ്രഹിക്കണമേ. അവരുടെ ഭാവി ജീവിതം അനുഗ്രഹമാക്കി തീർക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിലെ പെരുന്നാൾ സ്തോത്രം കാണുന്നവരെ, അതുപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറി നടത്തുന്നവരുടെ പേരുകൾ വായിക്കാം. ആൽഫ്രഡ് മാത്യു അലക്സാണ്ടർ കൊന്നയ്ക്കൽ, ജെയ്സൺ ജെയിംസ് കൈലക്കൽ, ഷൈല വക്കീൽ നക്കോലപ്പാട്ട്, എൽസമ വർഗീസ് ആലപ്പാട്ട്, ബെന്നി ദേവസ്യ വാഴമറ്റം, ക്രിസ്റ്റഫർ ആലയിൽ, അന്നാമോൾ തോമസ് ചാവോട്ട്, കുന്നമ ജോ ചിറയിൽ, ദിശ ജോസഫ് പുതുപ്പറമ്പ് എന്നിവരാണ് വിവാഹ വാർഷികം ആചരിക്കുന്നത്. ശ്രീ ജോൺ ജോർജ് ആൻഡ് ശ്രീമതി ജയാ പറമ്പ് എന്നിവരാണ്. ഇവരെ പ്രത്യേക ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, നിന്റെ ദാനവും നിന്റെ സ്നേഹവും രുചിച്ചാലും ജീവിപ്പാൻ വെച്ച ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് വായിച്ച കർത്താവേ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ ജനദിവസം കണ്ട ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രിയ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം ആയുസ്സിലേക്ക് 1 വർഷം കൂട്ടിത്തന്നല്ലോ. കഴിഞ്ഞ കാലത്ത് രോഗങ്ങളും ദുഃഖങ്ങളും പിടിച്ച് കുടുംബമായ വ്യക്തികളാൽ നീ അവരെ കാത്തു സൂക്ഷിച്ചെന്ന് സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ വളർച്ചയിൽ ഭാവിയിൽ നീ കൂടെ ഇരിക്കണമേ. അവരുടെ പഠിത്തത്തിൽ കൂടെ ഇരിക്കണം പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ നീ ധന്യമാക്കണമേ. കർത്താവ് പ്രവേശിച്ച പുതിയ വർഷം അനുഗ്രഹത്തിന്റെ സംവത്സരമാക്കി തീർക്കണമേ. കർത്താവെ വെഡിങ് ആനിവേഴ്സറി ആചരിക്കുന്ന മക്കൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. പ്രിയ മക്കളുടെ ആയുസ്സിലും നീ കുടുംബമായി 1 വർഷം കൂട്ടി തന്നല്ലോ. കുടുംബത്തിന്റെ മഹത്വപ്പെടുന്ന ഭാഗ്യത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ കൈക്കാരൻ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ നീ കുടുംബമായി നീ അനുഗ്രഹിക്കണമേ. ആവശ്യമായ എല്ലാ ദൈവകൃപയും നിന്റെ മക്കളിൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ പ്രവേശിച്ച പുതിയ വർഷത്തിൽ പുതിയ നന്മകൾ തരണം. എല്ലാ ചുമരിയ നിങ്ങൾ നിന്റെ പ്രിയ മക്കൾ എല്ലാവരുമേലും നിന്റെ മുറിവേറ്റ കാരണം തൊട്ട് അനുഗ്രഹിക്കേണ്ട കർത്താവേ, അവരുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ. ഭാവി ജീവിതം അനുഗ്രഹമായി തീരട്ടെ. കുടുംബജീവിതം അനുഗ്രഹമായി തീരട്ടെ. മഹത്വം എടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ അനുഗ്രഹം പ്രിയ മക്കളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. കീർത്തനം 76. കീർത്തനം 76.
ഓഗസ്റ്റ് മാസം തീരും എന്ന് വിചാരിച്ചു. അത് അധികരിക്കുകയാണ്. നാം അടുത്ത് വിചാരിക്കുന്നു സെപ്റ്റംബർ മാസം തീരുമെന്ന്. എന്നാൽ എന്ന് തീരുമെന്ന് നമുക്കറിയില്ല. എന്നാൽ എന്ത് തീർന്നു പോകാനും എന്ത് ആരംഭിച്ചാലും മാറാത്തവനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ ദൈവം നമ്മെ കാക്കുക, സൂക്ഷിക്കാൻ വല്ലവനായിരിക്കുക. നന്ദിയോട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവരുടെ തിരുക്കരങ്ങളിൽ നമ്മൾ നമ്മുടെ ദേശത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദേശത്തിലെ വിവാഹസ്ഥിതി നമുക്ക് ഓർക്കാം. നമ്മുടെ കേരളത്തിൽ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നാം താമസിക്കുന്ന ജില്ല അത് കോവിഡ് ഇല്ലാത്ത ഒരു ജില്ലയായി മാറുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനം പൂർണ്ണമായി ഇതില്ലാത്തൊരു സംസ്ഥാനമായി മാറണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യം അങ്ങനെയാകട്ടെ. നമ്മുടെ രാജ്യം ദൈവത്തിൻ്റെ സൃഷ്ടിയായ ലോകം അങ്ങനെ തീരട്ടെ. അത് സൗഖ്യമുള്ള, വിശുദ്ധിയുള്ള, സമാധാനമുള്ള ഒരു രാജ്യമായി, നീതിയുള്ള രാജ്യമായി അങ്ങനെ ദൈവം വളർന്നു വരുവാൻ കൃപ ചെയ്ത് പ്രാർത്ഥിക്കാം. ദൈവരാജ്യം പക്ഷം ഭാരമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ നിറവും എന്ന് ലോകം മനസ്സിലാക്കുവാൻ ദൈവമേ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഇനിയും ലോകത്തിന് ദൈവത്തിന് പ്രിയമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരെല്ലാവരും ക്രൂസിൽ ഉയർത്തപ്പെട്ടവനായ ദൈവത്തിൻ്റെ മുമ്പിൽ അവരെ നോക്കി പാർക്കുവാൻ, വിടുതൽ പ്രകടിപ്പാൻ, അറുക്കപ്പെട്ട കുഞ്ഞിൻ്റെ തൊട്ടാൽ കഴുകപ്പെടുവാൻ കർത്താവെ കൃപ തന്നെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആരോഗ്യത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അപ്പോൾ എൻ്റെ ഇരിക്കുന്നവരുണ്ട്, രോഗികളായി ട്രീറ്റ്മെൻറ്റ് ഇരിക്കുന്നവരുണ്ട്. ഇനി അത് വരുമോ എന്ത് സംഭവിക്കും ഭയന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്. ദൈവമക്കളുണ്ട്, അല്ലെ
അനേകം സുവാസികളുണ്ട്, പട്ടക്കാരുണ്ട്, ബിഷപ്പന്മാരുണ്ട്. അവരെല്ലാവരെയും രോഗം പിടിച്ചിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കും നമുക്കറിയില്ല. എന്നാൽ ഉദ്ധരിക്കുവാൻ രക്ഷിക്കുവാൻ നമ്മുടെ ദൈവം നമ്മോടുകൂടെ ഉണ്ട്. ദാനിയേലിന്റെ ദൈവത്തെ പോലെ ഒരു ദൈവമില്ല എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങളുടെ ആദരങ്ങളെ തുറക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ രോഗസൗഖ്യത്തിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. സന്നദ്ധ സംഘടന ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആരോഗ്യ പ്രവർത്തകരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ശുദ്ധീകരണ പ്രവർത്തനം ചെയ്യുക, വാഹനങ്ങൾ ഓടിക്കുക, ഈ രോഗങ്ങളോടുകൂടെ അനുദിനവും ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബാംഗങ്ങൾ എല്ലാവരും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ അവരെല്ലാവർക്കും ലഭിക്കണം, സൗഖ്യം തരുന്ന കർത്താവെ. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒന്നും കഴിയില്ല, എന്നാൽ സ്റ്റോപ്പ് ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ബാധ ഒഴിഞ്ഞു പോകട്ടെ എന്ന് പറയുവാൻ ദൈവത്തിന് കഴിയും. കർത്താവ് നീ സംസാരിക്കണം. ഒരു വാക്സിൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾ, സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തക്ക സമയത്ത് അത് ലഭിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സമയക്കാരന് സമർപ്പിക്കാം. കഥാവിത്രത്തോളം കാത്തുള്ളൂ. ഇനിയും സഭയെ നീ കാത്തുള്ളൂ എന്ന് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ സഭയിൽ നടക്കാൻ പോകുന്ന ഇലക്ഷന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. സെപ്റ്റംബർ മാസം 27 നടക്കുന്നു കൗൺസിൽ ഇലക്ഷൻ, കൈക്കാരന്മാരുടെ ഇലക്ഷൻ, കമ്മിറ്റിയുടെ ഇലക്ഷൻ. അതെല്ലാം ദൈവഹിതപ്രകാരം നന്നായി നടക്കുവാൻ ദൈവനെ സാക്ഷ്യമുള്ള, ദൈവഭയമുള്ള, സഭയെ സ്നേഹിക്കുന്ന ദൈവമക്കളെ നീ ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആഹാരവെ അധ്യക്ഷനെ ഓർത്താം, അധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നടത്തിയുള്ള ആവശ്യങ്ങൾ ഓർത്ത് ഈ ദിവസങ്ങളിൽ സാമ്പത്തികമായി സഭ മാത്രമല്ല സമൂഹത്തിലെ ഓരോരുത്തരും ഞെരുക്കപ്പെടുകയാണ്. അവരെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കാം. സഭയുടെ എംപ്ലോയീസിനെ ഓർക്കാം, പെൻഷേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കാം, കൃഷിക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കാം, ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം, കൂലിപ്പലി എടുക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം, പശു വളർത്തിയൊക്കെ ജീവിക്കുന്ന അനേക മക്കളുണ്ട്. അവരെല്ലാവരും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് ഓരോരുത്തരുടെ കയ്യിൽ അധ്വാനം അനുഗ്രഹിക്കണം. അന്നൊന്നുള്ള അപ്പം നീ തരണമേ, അന്നൊന്നുള്ള സൗഖ്യം തരണമേ, അന്ന് സമാധാനം ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മാതാപിതാക്കളുടെ സമ്പത്തിൽ മറ്റുള്ള മുമ്പിൽ ലജ്ജിക്കാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലാക്ഷം വരികയാണ് ദൈവങ്ങളുടെ ഭവനത്തിൽ അടക്കപ്പെട്ട കുഞ്ഞാണ്ട് രക്തം ധരിച്ച കർത്താവെ, ഞങ്ങളുടെ ഭവനങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബം നീ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഓരോ ഭവനത്തിലും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഗർഭിണിയായിരിക്കുന്ന ഒരു മക്കളെ വാക്കാം. തക്ക സമയത്ത് ഉടലുകളോട് പ്രാർത്ഥിക്കാം. അമ്മയും കുഞ്ഞുമായിരിക്കുന്ന ഓർത്ത് പ്രാർത്ഥിക്കാം. മക്കൾ, പഠിക്കുന്ന മക്കൾ, ഓൺലൈനിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ ദൈവക്കാരിൽ സമർപ്പിക്കാം. അടഞ്ഞു കിടക്കുന്ന പ്രസ്ഥാനങ്ങൾ എന്ന് തുറക്കുന്ന നമുക്കറിയില്ല. കർത്താവേ, അവരുടെ പഠനത്തിന് കോട്ടം വരാതെ കാത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. യുവതി മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു ജോലി ലഭിക്കുമെന്ന് ഏറെക്കാലമായി കാത്തിരുന്ന ആ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി വേദനയോടെ ഇരിക്കുന്ന മക്കളെ കർത്താവിനെ ആശ്വസിപ്പിക്കണം. ജീവിക്കാൻ വാർത്തത്തരണം. അയൽ രാജ്യങ്ങളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാം നഷ്ടപ്പെട്ട് സ്വയരാജ്യത്തിലേക്ക് വന്നിരിക്കുന്ന പ്രിയ മക്കളോട് അവർക്ക് നീ ഭാവിച്ചു നൽകണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പാർട്ടിയിലെത്തിരിക്കുന്ന പ്രിയ ഡോക്ടർമാരെ, അമ്മച്ചിമാരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. അനേകം ട്രീറ്റ്മെന്റിലിരിക്കുന്നു, മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു, വാർദ്ധക്യത്തിന്റെ വേദന അനുഭവിക്കുന്നുണ്ട്, ക്യാൻസർ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഓരോരുത്തരും ഓർത്ത് പ്രാർത്ഥിക്കാം. കിഡ്നി രോഗത്താൽ ബാധിക്കപ്പെട്ടുവരുന്നു, ഓരോർത്ത് പ്രാർത്ഥിക്കാം. ലങ്സ് ബാധിക്കപ്പെട്ടുവരുന്നു, ലിവർ ബാധിക്കപ്പെട്ടവരുണ്ട്, ഷുഗർ, പ്രഷർ, ആസ്മ രോഗം, ഇങ്ങനെ വിവിധ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരുണ്ട്. അതോടൊപ്പം ഡെങ്കുവും മഞ്ഞപ്പിത്തവും വേറെ വിധത്തിലുള്ള പല പനിയും സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കും. വിവിധ രോഗങ്ങളാൽ ഭരപ്പെടുന്ന ട്രീറ്റ്മെന്റ് ആയിരിക്കണം എല്ലാ മക്കളെയും തീരുപേരായി ഓർക്കണം. ദൈവക്കാരൻ സമർപ്പിക്കണം. ക്ഷീണിതരായി തകർന്നു കിടക്കുന്ന മക്കളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ കരം നീട്ടണമേ, അവരെ നീ വിടുവിക്കണമേ, അവർക്ക് നീ സൗഖ്യം തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ വിവിധ ആവശ്യങ്ങളെല്ലാം ദൈവക്കാരൻ സമർപ്പിക്കാം. ഇന്ന് ആരാധനയിൽ പങ്കാളികളാകുന്ന പ്രിയമക്കൾ, ഈ ആരാധന തന്നെ മക്കളുടെ പ്രിയമക്കൾ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ജീവിത ആദ്യ ദൈവക്കാരനെ സമർപ്പിക്കാം. മാധ്യമം കൂടുതൽ കാണുകയും ഈ പങ്കാളികളായ പ്രിയമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, എല്ലാം അനുഗ്രഹമാക്കി തരണം. സാമ്പത്തിക സമാധാനം
സർവവും ദൈവക്കാരനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മനോവേദന ഫലശോധന മമ ജീവിത പാതയകിൽ മനോവേദന മമ ജീവിത പാതയകിൽ മാറാതിരിക്കുമ്പോൾ ആത്മനാഥനവൻ ശ്വസിക്കും. മാറാതിരിക്കുമ്പോൾ ആത്മനാഥനവൻ ശ്വസിക്കും. ദൈവകൃപയിൽ ആശ്രയിച്ചു അവൻ വഴികളെ ഞാനറിഞ്ഞു. അനുഗമിച്ച് അവനു ചുവടുകളിൽ ദൈവകൃപയിൽ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കും കർത്താവ്. എത്രത്തോളം ഞങ്ങൾ അത്ഭുതമായി നടത്താൻ വന്ന് വരയുന്ന പോരാട്ടങ്ങൾ, രോഗങ്ങൾ, ബന്ധനങ്ങൾ, ദുഃഖങ്ങൾ ഞങ്ങൾ കാത്തു സൂക്ഷിച്ചു. ദൈവത്തിൻ്റെ കർത്താവ് സഭകളോട് ആരാധിപ്പാൻ വചനങ്ങൾ ഞാൻ സഹായിച്ചതിനായി സ്തുതിക്കും കർത്താവ്. ഇനിയും മടങ്ങി കിടക്കുന്നു ഞങ്ങളുടെ ദേവാലയങ്ങളും പ്രസ്ഥാനങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം എൻ്റെ കരുണ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കും. ഈ മഹാരോഗത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും വിടുവിക്കണം. രക്തത്താൽ മുദ്രയിട്ടുള്ള നടത്താം. ദോഷമായി ഒന്നും ആർക്കും വരാതെ കാക്കണം. വിവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന സഭയിലെ ഓരോ വ്യക്തികളെയും സമൂഹത്തിലെ ഓരോ വ്യക്തികളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നിടത്താൽ ദുഃഖിതരെ കണ്ണുനീർ തുടയ്ക്കണമേ, വേദന മാറ്റണമേ, അവരെടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് നീ അനുഗ്രഹിക്കണം. നിന്റെ സൗഖ്യമാക്കുന്ന കരം നിന്റെ മക്കളുടെ മേൽ വയ്ക്കണമേ. നിന്റെ നിറവേറ്റ കരമെടുത്ത് അവരെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ ആളിപാടുകള സൗഖ്യം വന്നിരിക്കുന്നു, അതിനായി സ്തുതിക്കുന്നിടത്താൽ ഈ ഭൂമിയിൽ സാമ്പത്തികവും സമാധാനത്തോടും ജീവിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. സഭയിൽ നീ കാത്തുകൊള്ളണമെത്താൽ, സമൂഹത്തെ നീ കാത്തുകൊള്ളണമെത്താൽ, കുടുംബങ്ങളെ നീ കാത്തുകൊള്ളണമേ. കർത്താവ്, നിരാശയുടെ മക്കളായിരിക്കുന്ന പലവിധമായ കാര്യങ്ങളാണ് കർത്താവ്. സാമ്പത്തിക ഞെരുക്കത്താൽ കർത്താവ്, പല കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്. നിരാശയുടെ മക്കളായിരിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട് കർത്താവ്. രോഗത്തിൻ്റെ വേദനയാൽ നിരാശയിരിക്കുന്ന അനേക വ്യക്തികളുണ്ട് കർത്താവ്. അവരെല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. മൃഗധരനെ കർത്താവ്, ഞങ്ങളുടെ സഭയിൽ കാത്തു മഹാടുവെ പൂർണ്ണമായി കരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്ന സഭക്കാരനും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സഭയിൽ ഓരോ കുടുംബം വ്യക്തികളും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അഭ്യർത്ഥന നീ അനുഗ്രഹിക്കണം. കോയലിന്റെ പാട്ടുപാടി ദൈവത്തെ മഹത്വം അനുഗ്രഹിക്കണം. ഈ വചനം കേൾക്കുന്ന ശുശ്രൂഷ പങ്കാളികളാകുന്ന മാത്രം എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കണം കർത്താവ്. എല്ലാം അനുഗ്രഹത്തിന്റെ വാട്ടമായി തീരട്ടെ കർത്താവിന്റെ മുഖം നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. തളർന്നു പോകാതെ, നിരാശരാകാതെ, ബലഹീനരാകാതെ നിന്റെ കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവ്. എന്നെ ശക്തനാക്കും മുഖാന്തരം സകലത്തിനും മതിയാകുമെന്ന് പറയാൻ തക്കണം. ദൈവമേ, എന്റെ കൃപ നിനക്ക് മതിയെന്ന് പറയുമ്പോൾ അതിൽ ആശ്രയിച്ച് ജീവിക്കാൻ ഞങ്ങളെ നീ പ്രാപ്തനാക്കണം. സകലവും തീർക്കാൻ സമർപ്പിക്കുന്നു. വാക്കത്ത് കൊടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാവർക്കും ദൈവം ഈ ദിവസങ്ങൾ വരെയും നമുക്ക് ചെയ്ത സകല നന്മകളെയും അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുടെ ഹൃദയത്തോടും പൊതുവുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ഓർമ്മിച്ചില്ല. പൊതുവുള്ള സ്തോത്ര പ്രാർത്ഥന. സർവശക്തിയുള്ള ദൈവമേ, ലോകത്തെ
സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് ഏകമനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകൾ പ്രകാരം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാന്റെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാക്കുവാൻ തക്കവണ്ണം നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിചാരവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. ആശീർവാദത്തിനായി നമ്മുടെ തലമുറക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവരാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ഇടയിൽ ഉണ്ടായി എല്ലായ്പ്പോഴും നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. സ്വാമീനും നമ്മളെ സഹായിച്ചിരിക്കുന്നു. ശ്രീമക്കൾക്കുള്ള മാമീൻസിനെ അറിയിക്കുന്നു, അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ കുറച്ച് പേര് ആരാൻ പങ്കെടുക്കുന്നു. അനേകർ ഇത് മാധ്യമങ്ങളിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഹൃദയ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ചില നോട്ടീസ് കൂടെ പറയാനുണ്ട്. നമ്മുടെ സഭയുടെ ഇലക്ഷൻ്റെ സമയമാണല്ലോ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസം 3-ാം തീയതി 5 മണിക്കാണ്. സെപ്റ്റംബർ മാസം 1-ാം തീയതി വൈകുന്നേരം 5 മണിക്കാണ് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. പോസ്റ്റൽ വോട്ടിന് വേണ്ടിയുള്ള അപേക്ഷകൾ തരേണ്ട അവസാന തീയതി സെപ്റ്റംബർ മാസം 5-ാം തീയതി ആണെന്ന് പ്രത്യേകം അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ഞായറാഴ്ച യൂത്ത് സൺഡേ ആണെന്ന് ആചരിക്കുന്നു എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്നു. നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരു പുതിയ സിം വാങ്ങിച്ച്, എന്നാൽ ഒരു പുതിയ ബോർഡ് നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൂടെ ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യുവാൻ കഴിയുമെങ്കിൽ ഒരു നല്ല ബോർഡ് പള്ളിക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു ബോർഡ് വാങ്ങിക്കാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. സിം നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി പരിപാടി നടക്കും. അതിൽ ഒരു പള്ളിക്ക് വേണ്ടി തന്നെ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. തൽക്കാലം ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുവാനായിട്ട് സോഫിയ ഞങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ പുതിയ കമ്മിറ്റി വരുമ്പോൾ ഇപ്പോഴത്തെ അഡ്മിന്മാരൊക്കെ മാറും. ഞാൻ മാത്രമേ അച്ഛന്മാർ മാത്രമേ ഉണ്ടായിരിക്കും. പുതിയ അഡ്മിന്മാരെ അന്ന് കമ്മിറ്റി തീരുമാനിക്കുന്ന പോലെ സ്വീകരിക്കുന്നതായിരിക്കും. എന്നാൽ ഒരു അപേക്ഷ കൊണ്ട് വാട്സാപ്പ് എല്ലാവർക്കും ഒരു വീട്ടിന് ഒരു വാട്സാപ്പ് നമ്പർ നമുക്ക് ആവശ്യമാണ്. നമുക്ക് എല്ലാവർക്കും ധാരാളം നമ്പറുകളുണ്ടല്ലോ. എന്നാൽ വാട്സാപ്പുള്ള ഒരു നമ്പര് നിങ്ങൾ തന്ന് സഹായിച്ചാൽ അത് ചേർക്കാനായിട്ട് കഴിയും എന്ന് പ്രത്യേകം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഈ ആഴ്ചയിൽ ഓണം ആചരിക്കുന്ന ആഴ്ചകളാണ്. അതിൻ്റെ പ്രത്യേകം സഭയുടെ നാമത്തിലുള്ള ഓണാശംസകൾ എല്ലാവരും അറിയിക്കുന്നു. നീതിയും സമാധാനം നിറഞ്ഞ ഒരു ലോകമാണല്ലോ നാം ആഗ്രഹിക്കുന്നത്.
നമ്മുടെ കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. പരിശുദ്ധാത്മ ദൈവരാജ്യം നീതിയും സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. മുമ്പ് പറഞ്ഞു ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ തിന്നുക കുടിക്കുന്നതല്ല, ഭക്ഷണം പാലിക്കുമല്ല. നമുക്ക് ഗുണത്തിന് ഈ ഗുണം കോവിഡ്-19 ഈ അവസരത്തിൽ നമുക്ക് സാമ്പത്തികവും സമാധാനത്തോടും നമ്മുടെ ഭവനങ്ങളിൽ യോഗ്യമായ രീതിയിൽ അത് ആഘോഷിക്കുവാൻ സർവശക്തനായ ദൈവം എല്ലാവർക്കും കൃപ നൽകട്ടെ. എല്ലാവർക്കും പ്രസവന ആശംസ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം മംഗളവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് ഗീതം 401. ഗീതം 401. ലോകത്തിലേക്ക് പോകുന്നു, ഞങ്ങൾ ഏൽപ്പിച്ചിരുന്ന ശുശ്രൂഷയ്ക്ക് പോകുന്നു. കൂടെ ഇരിക്കണം കർത്താവ്. ഈ നാളുകളിൽ നടക്കേണ്ട എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ജീവിതയാത്രയിൽ നീ കൂടെ നിന്ന് ഒരു അപകടം കൂടാതെ, ദോഷങ്ങളോ ദുഃഖങ്ങളില്ലാതെ എത്രത്താലത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളെ സമാധാനത്തിൽ പറഞ്ഞേക്കണമേ, ആശീർവദിക്കണമേ, കാത്തുകൊള്ളണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം.